കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് വീണ്ടും ഒരു മഹീന്ദ്ര ഥാർ പുത്തൻ മോഡലായിട്ട് വന്നൊക്കെയാണ്. പുത്തൻ മോഡൽ ഉദ്ദേശിച്ച് 2022 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. വണ്ടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ സംഭവം ഓട്ടോമാറ്റിക് ആണ്, അതൊരു എടുത്ത് പറയുന്നത്. ഓട്ടോമാറ്റിക് 4x4 വാഹനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹീന്ദ്ര ഥാർ. അപ്പോൾ വണ്ടീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ മഹീന്ദ്ര ഥാർ എന്നൊക്കെ പറയുമ്പോൾ പണ്ട് വന്നിരിക്കുന്ന ഇതിന് ജസ്റ്റ് മുമ്പുള്ള മോഡലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും, ഒരു മാൻലി ലുക്കാണ് സംഭവം. ഇത് കുറച്ചും കൂടി മാൻലിയാണ്, എന്നാൽ സംഭവം അതിനേക്കാളും കുറച്ചുകൂടി ലുക്ക് കൂട്ടിയാണ് ഇറക്കിയേക്കണം. അത് മാത്രമല്ല ഒന്നും കൂടി നമുക്ക് ഒരു യൂസർ ഫ്രണ്ട്ലിയൊക്കെ കൊണ്ടുനടക്കാൻ പറ്റാൻ വണ്ടിയാണ്. കാരണം നമുക്ക് ഫ്രണ്ടിലൊക്കെ നോക്കുമ്പോൾ ചെറിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അത് പ്രത്യേകിച്ചും ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കുന്ന ഫീൽ നിങ്ങൾക്ക് എന്താണെന്ന് ശരിക്കും മനസ്സിലാവുകയും ചെയ്യും. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഥാറിൻ്റെ ഈ വിജയത്തിനും അതേപോലെ തന്നെ ഇത്രയും വണ്ടികളും റോഡിലേക്ക് ഇറങ്ങാനുള്ള കാരണം ഇത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ഫുൾ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2022 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവം, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയേക്കാം. വാഹനം ഫുൾ ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു മഹീന്ദ്ര ഥാറാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2022 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. നല്ല വെൽ മെയിൻറ്റൈൻഡ് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. ചെറിയൊരു ഒരു ഡെൻ്റ് ഉണ്ട്, അതെവിടെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 4x4 ആണ് വാഹനം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കലക്കനായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടി കേട്ടോ. ഇതിൻ്റെ ഫുള്ള് ബോഡി ശ്രദ്ധിക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു എക്സ്റ്റീരിയറും ഇൻറ്റീരിയറൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് ഇതിന് മുമ്പ് ഇറങ്ങിയ ഥാറായാലും ഈ ഒരു ഥാറായാലും അതിൻ്റേതായ ഒരു വിലയും ഒരു ഗാംഭീര്യവും ഒരു പ്രസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഇപ്പോൾ ഇറങ്ങുന്ന ഥാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകൂടി ഈസിയാണ് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കാനായിട്ട്. പണ്ടത്തെ ആ ഒരു റഫ്നെസ് ഈ വണ്ടിക്കകത്ത് ഇല്ല. കാരണം ഇതിൻ്റെ എഞ്ചിനൊക്കെ ട്യൂൺഡായിട്ടാണ് വന്നേക്കണം. അത് നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഈസിനെസ് നമുക്ക് ഈ വാഹനത്തിനകത്തുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. ഹാർഡ് ടോപ്പാണ് വന്നേക്കണേ. നമുക്ക് വീലാർസിലേക്ക് ഒന്ന് പോയേക്കാം. ഇതാണ് വീലാർസ് വന്നേക്കണേ. കംപ്ലയിൻസ് ഒന്നുമില്ല, നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ഡെൻ്റ് ഉണ്ട്. അതാണ് ഈ വണ്ടിയുടെ ആകെ ഒരു സംഭവം പറയാനുള്ളത്. നമുക്ക് ശരിയാക്കി എടുക്കാവുന്ന കേസുള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഗിയറിലൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ ലിഡൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഗ്ലാസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ബമ്പേഴ്സ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ വിലാസിലേക്ക് നോക്കാം. ഈ വിലാസായാലും ഓക്കെ ആയിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് സൈഡ് പോർഷൻ നോക്കാം. ഇവിടെ ഹോക്കിൻ്റെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. ഡോർസ് നോക്കാം. ഡോർസായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ബാഗിലേക്ക് വരാം. ബാഗിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡ് നല്ല നീറ്റായിട്ടിരിക്കുന്നു. അതേപോലെ ലിഡ് നോക്കാം. ലിഡ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ അലോയ്സും കാര്യങ്ങളും ശ്രദ്ധിക്കാം. ബാക്ക് ഒന്ന് നോക്കിയേക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇത്രയാണ് ആകെ ബൂട്ട് സ്പേസ് എന്ന സംഭവമുള്ളൂ. കാര്യമായിട്ടുള്ള സ്പേസ് നമുക്ക് ഈ വാഹനം തരുന്നില്ല. പിന്നെ സീറ്റൊക്കെ ഒന്ന് മറിച്ചിടുകയാണെങ്കിൽ പിന്നെ കുറച്ചുകൂടി സ്പേസ് കിട്ടും. വേറെ അഡ്ജസ്റ്റും ക്വാളിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ബൂട്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് വാഹനം ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. ഡോറൊന്ന് ക്ലോസ് ചെയ്യാം. ഇതാണ് സ്പെയർ വീൽ കിട്ടുന്നത്. അതേപോലെ 4x4 ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കാം. നല്ല ഗ്രിപ്പ് ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. അലോയ്സ് യെല്ലോ കാലിപ്പറല്ല ഡ്രമ്മിനൊക്കെ അടിച്ചിട്ടുണ്ട്. ഡോറായാലും ഇവിടെ നീറ്റായിട്ടിരിക്കുന്നു. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും വെച്ചപ്പെടാം. ഡോർ പാഡ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. ഥാറിൻ്റെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇൻറ്റീരിയേഴ്സും വെച്ചപ്പെടാം. ഇവിടെ ഡാഷ്ബോർഡൊക്കെ നോക്കാം. ഡാഷ്ബോർഡ് നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കാം. ഇവിടെ ഡാഷ്ബോർഡൊക്കെ നോക്കാം. അതാ പക്ക കണ്ടീഷനിങ് ഡാഷ്ബോർഡ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് മ്യൂസിക് സിസ്റ്റം കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള കൺട്രോൾസ് കിട്ടുന്നുണ്ട്. ഞാൻ ഓട്ടോമാറ്റിക്കാണെന്ന് പറഞ്ഞു. 4x4 നോബ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് നമുക്ക് വരുന്നുണ്ട്. 96,000 അറൗണ്ട് വണ്ടി ഓടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഭാഗങ്ങളൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ഡോർസൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. റിയറിലെ സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റൂഫായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന റൂഫും നമുക്കിവിടെ കാണാൻ പറ്റും. ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഫുൾ ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ അതൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല.
എന്നാലും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണിക്കാനുള്ളത്. നമ്മൾ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ എൻജിൻ റൂം കൂടി കാണിക്കാനുണ്ട്. ഒരു മിനിറ്റ്, എൻജിൻ റൂം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. അതിവിശാലമായിട്ടുള്ള എൻജിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. മഹീന്ദ്രയുടെ വാഹനങ്ങളുടെയൊക്കെ എൻജിൻ ഇത്രയും ബൾക്കിയാണ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കേസാണ്. എഡ്ജസൊക്കെ നോക്കാം. എഡ്ജസ് ആയാലും ആ ഒരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നു കേട്ടോ. അതേപോലെ ഇവിടെയും നമുക്ക് എഡ്ജസൊക്കെ നോക്കാം. നമുക്ക് ലിഡിലേക്ക് പോയേക്കാം. ഇപ്പോൾ 2022 മോഡലാണ് നമുക്ക് കാര്യമില്ല. നമുക്ക് ലിഡും കൂടി ജസ്റ്റ് ചെക്ക് ചെയ്യണം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടോ അന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വണ്ടിയുടെ ഒരു എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിച്ചേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി നല്ല കലക്കം വണ്ടിയാണ്. ബ്ലാക്ക് കളറാണ്, ഫുൾ ഓപ്ഷനാണ്. പിന്നെ എല്ലാവിധ ഫീച്ചർ റിച്ചാർഡ് ഓട്ടോമാറ്റിക് വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹീന്ദ്ര താർ. അപ്പോൾ നമുക്ക് ഇനി റേറ്റിലേക്ക് കിടക്കാം. റേറ്റിലേക്ക് കിടന്നേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു മഹീന്ദ്ര താറിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14,90,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തുകൊണ്ട് വാട്സാപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് വോയിസോ മെസ്സേജ് അയക്കാൻ റിപ്ലൈ ഞാൻ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.